ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ ന്യൂ എപ്പിസോഡ് ഓഫ് ആദീസ് വേൾഡ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. ഇന്ന് ഞാൻ അടിപൊളി ഒരു ഏത്തപ്പഴ പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അതിനായിട്ട് ഒരു 350 ഗ്രാം ശർക്കര ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് പാനി കാച്ചിയെടുക്കണം. അതിനായിട്ട് ശർക്കര എടുത്ത് അതിലേക്ക് 1.5 കപ്പ് വെള്ളം കൂടി ചേർത്ത് അടുപ്പിൽ വെച്ച് തിളപ്പിച്ച് ഉരുക്കിയെടുക്കുമ്പോഴത്തേന് ശർക്കര പാനി തയ്യാറാകുവേ. ഏത്തപ്പഴ പായസം ആയതുകൊണ്ട് തന്നെ പഴത്തിന്റെ മധുരം കൂടി നോക്കി വേണം ശർക്കര എടുക്കാനായിട്ട്. പഴത്തിന് നല്ല മധുരം ഉണ്ടെന്നുണ്ടെങ്കിൽ ശർക്കരയുടെ അളവ് കുറയ്ക്കുന്നത് നന്നായിരിക്കും കേട്ടോ. അങ്ങനെ ഞാനിവിടെ ശർക്കര പാനിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പാനിയായി പെട്ടെന്ന് കിട്ടണം എന്നുണ്ടെങ്കിൽ ശർക്കര ചീകിയിട്ട് കൊടുത്ത് തിളപ്പിച്ചെടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി എളുപ്പം. ഞാൻ പിന്നെ ഇത് കട്ടയായിട്ടിട്ട് ചെയ്യുന്നതുകൊണ്ട് കുറച്ച് സമയം എടുത്താണ് പാനിയായി കിട്ടിയത്. അങ്ങനെ നമ്മുടെ ശർക്കര പാനി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇവിടെ ഞാൻ നന്നായി പഴുത്ത 2 ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. പഴുത്ത പഴം എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിന് നമുക്ക് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുക്കാം. ഇനി ഒരു പാൻ എടുത്ത് അതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏത്തപ്പഴം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1.5 കപ്പ് വെള്ളവും അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് നന്നായി വേവിച്ചെടുക്കാമേ. ഒരുപാട് ഉപ്പ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഉപ്പ് നമുക്ക് ആ ഒരു ടേസ്റ്റ് ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടി മാത്രമാണ്. അപ്പൊ നമുക്കിത് അടച്ചു വെച്ച് നന്നായിട്ട് വെന്ത് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ഏത്തപ്പഴം നന്നായി വെന്ത് വെള്ളമൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു തവി വെച്ച് നന്നായിട്ട് ഉടച്ചെടുക്കാമേ. ഇനി ഇത് വേറൊരു രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം. ഈ തവി വെച്ച് ഉടച്ചെടുക്കുന്നതിന് പകരം ഈ വെന്ത് വന്നിരിക്കുന്ന ഏത്തപ്പഴം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുത്തും പായസം വെക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയും നമുക്ക് ചെയ്യാം. അതായത് ഈ ഏത്തപ്പഴം വെന്ത് വന്ന ഏത്തപ്പഴം ഒന്ന് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുത്തും ബാക്കി സ്റ്റെപ്പുകൾ നമുക്ക് ചെയ്യാം. അതല്ല നന്നായി പഴുത്ത ഏത്തപ്പഴമാണെങ്കിൽ വെന്ത് കഴിയുമ്പോൾ തന്നെ തവി വെച്ച് ഇളക്കി കൊടുക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ഉടഞ്ഞു വരുവേ. ഉടഞ്ഞു വന്നിരിക്കുന്ന ഏത്തപ്പഴത്തിലേക്ക് നമ്മൾ നേരത്തെ കാച്ചി വെച്ച ശർക്കര പാനി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശർക്കര പാനി ചേർത്തതിന് ശേഷം നമ്മളിത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നമ്മുടെ ഏത്തപ്പഴം നന്നായി ശർക്കര പാനിയോട് യോജിക്കുന്നത് വരെ ഇളക്കി കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇനി ഇത് നന്നായി തിളച്ചു വരുന്ന പരുവത്തിൽ നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം. തേങ്ങാപ്പാൽ എടുക്കാതെ പശുവും പാല് ചേർത്ത് കൊടുത്ത് ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതും പറ്റും കേട്ടോ. സ്വാദിന് ഒട്ടും വ്യത്യാസം വരില്ല. കാരണം ഞാനിത് 2 രീതിയിലും വെച്ച് കുടിച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഞാൻ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയുടെ 2ാം പാലാണ്. അത് ചേർത്ത് നന്നായിട്ടൊന്ന് തിളച്ചു വരുന്ന പരുവത്തിലാണ് 1ാം പാല് ചേർത്ത് കൊടുക്കേണ്ടത്. 1ാം പാല് ചേർത്ത് കൊടുത്തതിന് ശേഷം തിളയ്ക്കേണ്ട ആവശ്യമില്ലേ. അപ്പോൾ ഞാൻ 2ാം പാല് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുന്നുണ്ട്. ഇതിന്റെ കൂട്ടത്തിൽ നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഏലക്ക കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാമേ. ഇതൊന്ന് തിളച്ചു വരുന്ന സമയത്ത് നമുക്ക് 1ാം പാല് ചേർത്ത് കൊടുത്ത് ഇളക്കിയെടുക്കാം. ഇനി നിങ്ങൾ പശുവിൻ പാല് ചേർത്ത് കൊടുത്താണ് പായസം തയ്യാറാക്കുന്നതെങ്കിൽ ഒരു പ്രാവശ്യം പാല് ആവശ്യത്തിന് ചേർത്ത് കൊടുത്ത് ഇളക്കിയെടുത്താൽ മതി. കുറുകി പോവുകയാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം പിന്നീട് പാല് ചേർത്ത് കൊടുത്താൽ മതിയേ. അങ്ങനെ 2ാം പാലും ചേർത്ത് കൊടുത്ത് പായസം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് 1 സ്പൂൺ നെയ്യും കൂടി ചേർത്ത് ഇളക്കിയെടുക്കാം. അതവിടെ ഇരുന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് അടുപ്പിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്ത് 1 സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാമേ. ഇതിലേക്ക് നമുക്ക് ചെറുതായി കൊത്തിയെടുത്തിരിക്കുന്ന തേങ്ങയും കശുവണ്ടിയും അതുപോലെ മുന്തിരിങ്ങയും ഒന്ന് വറുത്തെടുക്കാം. ആദ്യം തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതൊന്ന് മൂത്ത് വരുന്ന സമയത്തേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്ത് അവസാനം മുന്തിരിങ്ങയും കൂടി ഇട്ട് കൊടുത്തിങ്ങ് എടുത്താൽ മതിയേ. അങ്ങനെ നമ്മുടെ തേങ്ങയും അണ്ടിപ്പരിപ്പും മുന്തിരിയും എല്ലാം നെയ്യിൽ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് തയ്യാറാക്കി വെച്ചിരിക്കുന്ന പായസത്തിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. നമ്മുടെ അടിപൊളി ഏത്തപ്പഴം പായസം ഇവിടെ തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പായസമാണ്. വീട്ടിൽ ഏത്തപ്പഴം വാങ്ങിച്ചാൽ പെട്ടെന്ന് എല്ലാം കൂടി പഴുത്തു പോകുന്നൊരു അവസ്ഥ ഉണ്ടായിരിക്കുമല്ലേ. ഇനിയിപ്പോൾ അങ്ങനെ ഉണ്ടാവാതെ ഇതുപോലെ ഒരു പായസം ഒന്ന് വെച്ച് നോക്കൂ. എപ്പോഴും സ്ഥിരമായി കഴിക്കുന്ന സേമിയ പായസത്തിൽ നിന്നും അടപ്രഥമനിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഏത്തപ്പഴം പായസം ഇനി വീട്ടിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ ബൈ ബൈ, സീ യു.